മത്സ്യബന്ധന വള്ളം മറിഞ്ഞു മരിച്ചവരുടെ സംസ്കാരം നടത്തി. കഴിഞ്ഞ ദിവസം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞു മരിച്ച പുത്തൻതുറ സ്വദേശി രാജീവൻ, മരുമകൻ രാധാകൃഷ്ണൻ എന്നിവരുടെ സംസ്കാരമാണ് നടത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് മരിച്ചവരുടെ സംസ്കാരമാണ് നടത്തിയത്. പുത്തൻതുറ സ്വദേശി രാജീവൻ, മരുമകൻ രാധാകൃഷ്ണൻ എന്നിവരുടെ സംസ്കാരമാണ് നടത്തിയത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. കേരളത്തിൽ പൊതുവെയും കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും നിരവധി അപകട മരണങ്ങളാണ് കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യം 3 ദിവസം മുമ്പാണ് നീണ്ടകര പുത്തൻതുറ സ്വദേശികളായിട്ടുള്ള 3 പേർ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വള്ളം മറിഞ്ഞ് കാണാതാവുന്നത്. 2 പേരുടെ മൃതശരീരം ലഭിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംസ്കാരം നടക്കും. ഒരാളിൻ്റെ മൃതശരീരം കിട്ടിയിട്ടില്ല. ഇന്നലെ 5 തെങ്ങിൽ കടലിൽ പോയിട്ടുള്ള 3 പേരെ കാണാതായിട്ടുണ്ട്. ശക്തികുളയിൽ നിന്നും കടലിൽ പോയ ഒരാളിനെ ഇന്നലെ കാണാതായി. കൊല്ലം തങ്കശ്ശേരിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ മരണപ്പെട്ടു. ഇന്നലെ ഒരാളിന് കൂടി കാണാതായിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ നിരവധിയായിട്ടുള്ള കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരന്തരമായ അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാനും അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിലും കേരളത്തിലെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാവുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കാറുള്ളത്. അതുകൊണ്ട് ഇനിയും തുടർ മരണങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സത്വരമായ ഇടപെടൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഞായറാഴ്ച രാവിലെ തന്നെ പൂമുഖത്ത് വീട്ടിലെത്തിച്ച് പൊതുദർശനം നടത്തി. 100 കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിയത്. രാധാകൃഷ്ണന്റെ മകൻ കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശനിയാഴ്ച പുലർച്ചെ 4-ന് നീണ്ടകര പാലത്തിന് സമീപം അഷ്ടമുടിക്കായലിൽ ശക്തികുളങ്ങര കപ്പിത്താൻസ് കടവിൽ നിന്നുമാണ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. രേഷ്മയുടെ പിതാവ് യു രാജീവ് സംഭവ ദിവസം തന്നെ മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്തു നിന്നുമാണ് 14 പേരടങ്ങുന്ന സംഘം ഗൗതം കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ വള്ളത്തിൽ കടലിലേക്ക് പുറപ്പെട്ടത്. 6 മണിയോടെ അഴിമുഖത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.